കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ ഈ LDF ഭരണത്തിൽ ഏതാണ്ട് 7411 കോടി രൂപയാണ് SC/ST വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ലാപ്സാക്കി കളഞ്ഞത്. ഇത്ര കോടി രൂപ വിനിയോഗിച്ചിരുന്നു എങ്കിൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിലും വലിയ നിലയ്ക്കുള്ള പുരോഗതിയും വികസനവും കൈവരിക്കേണ്ട ഒരു സാഹചര്യത്തെയാണ് ഭരണപരമായ അനാസ്ഥ കൊണ്ട് അട്ടിമറിച്ചത്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ തൊലച്ചതിലൂടെ ഈ സമൂഹത്തോടുള്ള LDFൻ്റെ സമീപനം, അവരുടെ നയം എന്ന് പറയുന്നത് അങ്ങേയറ്റം നിഷേധാത്മകമാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ഇതേ വിഷയത്തിൽ കേരളത്തിൽ ഒഴികെയുള്ള മറ്റ് സ്റ്റേറ്റുകൾ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാനയിൽ ഇങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ SC/ST വിഭാഗങ്ങളുടെ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് അതിശക്തമായ ആക്റ്റുണ്ട്. ഒന്ന് നയമുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ SEPTSP ആക്റ്റുണ്ട്. ആ ആക്ട് പ്രകാരം ഒരു നയാ പൈസ പോലും ദുർവിനിയോഗം ചെയ്യാനോ പാഴാക്കാനോ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ദുർവിനിയോഗം ചെയ്താൽ, വകമാറ്റി ചെലവഴിച്ചാൽ, ഇനി അത് പാഴാക്കിയാൽ അത് ഉത്തരവാദികൾ ഉദ്യോഗസ്ഥന്മാരെ പണിഷ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഉള്ള ആക്റ്റുകളാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ നിലക്കുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു, തെലുങ്കാനയിലും മറ്റും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം SC/ST വിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തിൽ ആശാവഹമായ ഒരു പുരോഗതിയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കേരള മോഡൽ പറയുമ്പോഴും കേരളത്തിലെ ദളിതർ ഇന്ന് വിഭവമില്ലാത്ത, ഭൂമിയില്ലാത്ത, വേണ്ടത്ര തൊഴിലുകളില്ലാത്ത, ജീവിത ഉപാധികൾ ഇല്ലാത്ത നിലയിൽ അങ്ങേയറ്റം എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായി SC/ST വിഭാഗങ്ങൾ മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദികൾ കേരളം ഭരിക്കുന്ന, അല്ലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 10 വർഷക്കാലത്തെ LDF ഭരണമാണ്.